ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മുഖത്തുപിടുമാറാകട്ടെ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. നമുക്കറിയാം, ശിമിയോനോടുള്ള ബന്ധത്തിലുള്ള ദൈവിക പ്രോഫസിയായിരുന്നു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരണം കാണുകയില്ല. സ്തോത്രം. ആ മനുഷ്യനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. 1, അവൻ നീതിമാനായിരുന്നു. 2, അവൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. 3-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. 4-ാമത്തെ കാര്യം, അവൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടായിരുന്നു. വാഗ്ദത്തം ഉള്ളവൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നവൻ്റെ മേൽ ഒരു ദൈവിക നിയോഗമുണ്ടായിട്ട് ആ നിയോഗത്തിലൂടെ താൻ ദൈവസഭയിലേക്ക് ചെന്നപ്പോൾ, ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ, സ്തോത്രം, താൻ വർഷങ്ങൾക്ക് മുൻപ് കേട്ട വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിലേക്ക് എത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ വിവിധ ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവരെ നോക്കി ഞാനൊരു കാര്യം പറയാം. ദൈവം പറഞ്ഞിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ തക്ക സമയത്ത് ദൈവം നിവർത്തീകരിച്ചിരിക്കും. ബിക്കോസ് ദ ഗോഡ് whom we serve, he is faithful enough to carry till the end. May God bless you all.